ഇപ്പോൾ ബൊഗെയിൻവില്ലയുടെ കാലമാണ് അല്ലേ? പല ടൈപ്പ് ഓഫ് വെറൈറ്റീസ് നമ്മളിപ്പോൾ മാർക്കറ്റിൽ കാണുന്നുണ്ട്. ഹൈബ്രിഡ് വെറൈറ്റി, സാദാ വെറൈറ്റി. എൻ്റെ കയ്യിലുള്ള 2 സാദാ വെറൈറ്റി ബൊഗെയിൻവില്ലയാണ്. നമ്മൾ നേഴ്സറിയിൽ കണ്ടിട്ടുണ്ടല്ലേ, ഒരു ബൊഗെയിൻവില്ലയിൽ തന്നെ പല ടൈപ്പ് ഓഫ് കളറുകൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്നത്. അതതിൻ്റെ ഭംഗി പോലെ തന്നെ നല്ല വിലയുണ്ട് കേട്ടോ. ചോദിച്ച് നോക്കിയിട്ടുള്ളവർക്കറിയാം. നമുക്കതിനെ ഒന്ന് ചെയ്ത് നോക്കിയാലോ? നമുക്കതിനെ ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കാം. ഈ ബൊഗെയിൻവില്ലയിലാണ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് അതിൻ്റെ കമ്പൊന്ന് മുറിക്കേണ്ടി വന്നു. 2 കമ്പ് മുറിക്കേണ്ടി വന്നു. നമ്മളതിനെ എന്നിട്ട് ആവശ്യമുള്ള രീതിയിൽ അതിനെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുവാണ് കേട്ടോ. ഇതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇടുന്നതാണ് കേട്ടോ. സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ഞാൻ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കിതിനെ ഒരു പ്ലാസ്റ്റിക് കവറിട്ട് നല്ല രീതിയിൽ കെട്ടിയെടുക്കാം കേട്ടോ. കണ്ടോ, നമ്മളിതിനെ കെട്ടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ. എന്നിട്ട് അതിനെ ഒരു വള്ളി കൊണ്ട് തന്നെ നന്നായിട്ട് കെട്ടി നമ്മളിതിനെ ഒരു തണലത്തോട്ട് മാറ്റി വെക്കണം കേട്ടോ. ഈ നല്ല വെയിലത്ത് വെക്കരുത്. നമ്മൾ ആ കട്ട് ചെയ്ത ബൊഗെയിൻവില്ലേനെ ഞാനൊരു പരീക്ഷണം പല ആൾക്കാരും നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് വിജയിച്ചിട്ട്. നമുക്കതിനെ വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കാം.